ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കൂടുതൽ അങ്ങനെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരുപാട് മെൻ്റലിസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ കോച്ചിങ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ, കോച്ചിങ് മേഖലയൊക്കെ ഉണ്ട്. എങ്ങനെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാം, എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ അതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എത്രത്തോളം നമുക്ക് സ്ട്രെസ്സ് ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? ഈ കോച്ചിങ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ? മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? ശരിക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ മാറ്റാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനിപ്പം ഈ വായിച്ചതിൽ നിന്നും പിന്നെ അതുപോലെ ഞാൻ കുറച്ച് കോച്ചിങ്ങൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും ഇപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു മൈൻഡിലാണെന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. ശരിക്കും സ്ട്രെസ് മൈൻഡിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് ഒരുപാട് ചിന്തകളൊക്കെ വന്നിട്ട് സ്ട്രെസ് വരുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് ശരീരത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ ഒരു സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യും. നമ്മൾ ആ ഒരു ഹെവിനെസ്സിന് കുറച്ചുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ അത് വീക്കായി വരാൻ തുടങ്ങും. അത് പവർ സ്ട്രെസ്സ് താനേ ഇല്ലാതാവും. അപ്പം പൊതുവേ സ്ട്രെസ്സ് വരുമ്പോൾ സ്ട്രെസ്സ് എവിടെയാണ് നമുക്ക് അനുഭവിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് സ്ട്രെസ്സ് കൂടുന്നത്. പല സമയത്തും സ്ട്രെസ്സിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സ് കുറയാൻ തുടങ്ങും. അങ്ങനെയുണ്ട്. ഒരു ഉദാഹരണം എന്തെങ്കിലും? ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് നെഞ്ചിലൊരു ഹെവിനെസ് തോന്നില്ല, ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എന്തോ ഒരു ഹൃദയത്തിലെടുത്ത് വെച്ചേക്കുന്ന ഒരു ഭാരം തോന്നും. പക്ഷേ ആ ഭാരം വരുന്ന സമയത്ത് നമ്മൾ ആ ഭാരത്തിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാമെന്ന് വിചാരിച്ചോ, അതിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പതുക്കെ വീക്കായി വരുന്നതായിട്ട് ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ആ ഹെവിനെസ് അങ്ങ് കുറഞ്ഞില്ലാതാവും. അതുപോലെ ഓരോ സ്ട്രെസ്സിനും, അല്ല സ്ട്രെസ്സ് മാത്രമല്ല എന്ത് ഇമോഷൻസിനും നമ്മുടെ ബോഡിയും അതിൻ്റെ അനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ബോഡിയിലൊരു പാർട്ട് ഡൊമിനൻ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. ചിലർക്ക് സ്ട്രെസ് വരുമ്പം ഷോൾഡറിൽ വേദന വരും, ചിലർക്ക് വയറിൽ വേദന വരും, ചിലർക്ക് മുട്ടിൽ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വീക്കാക്കാൻ പറ്റും. പല സമയത്തും ഈ സ്ട്രെസ്സ് പുറത്തേക്ക് വരുമല്ലോ, അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരിക. അതായത് പലതരത്തിലുള്ള സ്ട്രെസ് ചിലപ്പോൾ ആങ്കറായിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. നമുക്ക് സ്ട്രെസ് അനുഭവിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് ബാക്കിയുള്ളവരെയും കൂടി ബാധിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നൊരിത്. അതെ. അപ്പം ഞാനിതൊരു കുക്കറിനോട് ഉപമിച്ച് പറയുകയാണേ. അതായത് ഇപ്പോൾ ഒരു കുക്കറിനകത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് പൊങ്ങിയ പ്രഷർ അങ്ങ് പുറത്തേക്ക് പോകും. അതെ. ആക്ച്വലി ഈ ആങ്കർ നമ്മൾ പുറത്തേക്ക്, ഇപ്പോൾ ആങ്കർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഒരു ഇമോഷൻ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് ഓൾറെഡി കംപ്ലീറ്റ് ഫില്ലായി കഴിഞ്ഞു. നമ്മുടെ ഉള്ളിലത് ഫില്ലായി കഴിഞ്ഞ് ബാക്കിയുള്ള സാധനം പുറത്തേക്ക് വരുന്നതാണ് അത് എക്സ്പ്രഷനായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ റൂട്ട് അപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു ആങ്കർ ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമല്ല അവിടെ പ്രശ്നം. ആ ദേഷ്യം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഫില്ലായിട്ടുണ്ട്. പുറത്തേക്ക് വരുന്നത് ഈ ആവി ഇത് നിറഞ്ഞു വരുമ്പോൾ പുറത്തേക്ക് വരുന്ന പോലെ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അത് പുറത്തേക്ക് വരുന്നത് ശരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ റൂട്ടിൽ പോയി ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് പുറത്ത് വരാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആൾക്കൊരു സമാധാനം എന്ന് പറയുന്നതിലേക്ക് ഏത് ഇമോഷനായാലും നമുക്ക് വേണ്ട ഒരു ഇമോഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ.